പശ്ചിമേഷ്യൻ യുദ്ധപ്രതിസന്ധിയിൽ ആളിപ്പടർന്ന് എണ്ണവില. ഇന്ത്യയിൽ ഇന്ധനവില വർധനയ്ക്കും LPG നിയന്ത്രണത്തിനും സാധ്യത. ആഭ്യന്തര വിപണിയിൽ കടുത്ത വെല്ലുവിളികൾ. രൂപ തകർന്നു. ഓഹരി വിപണിയിൽ വൻ ഇടിവ്. ഇറാനെതിരെ അമേരിക്ക ആക്രമണം ശക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിലുണ്ടായ പുതിയ യുദ്ധപ്രതിസന്ധി ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നതോടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വിലയും പാചകവാതക നിരക്കുകളും കുത്തനെ വർദ്ധിച്ചേക്കുമെന്നാണ് സൂചന. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5% വർദ്ധിച്ച് ബാരലിന് $86 മുകളിലെത്തിയിട്ടുണ്ട്. ഹോർമുസ് ഇടനാഴിയിൽ ഉടലെടുത്ത പുതിയ സുരക്ഷാ വെല്ലുവിളികളാണ് നിലവിലെ ഇന്ധന പ്രതിസന്ധിക്ക് പ്രധാന കാരണം. ഈ സുപ്രധാന ജലപാതയിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുമെന്ന ആശങ്ക ലോകമെമ്പാടും പടർന്നിരിക്കുകയാണ്. അമേരിക്കയിലെ വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് വിലയും ബാരലിന് $80 കടന്നു. ഒരു മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോവുകയാണെങ്കിൽ എണ്ണവില $95 കുതിച്ചേക്കാമെന്നാണ് യൂറേഷ്യ ഗ്രൂപ്പിലെ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വന്തം ക്രൂഡ് ഉപഭോഗത്തിന്റെ 85% ഇറക്കുമതിയിലൂടെ കണ്ടെത്തുന്ന ഇന്ത്യക്ക് ഈ വിലക്കയറ്റം കനത്ത സാമ്പത്തിക ആഘാതമായി മാറും. എണ്ണവില വർധനവിന് പുറമെ രാജ്യത്ത് പാചകവാതക വിതരണത്തിന് കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്തെ മൊത്തം LPG ഇറക്കുമതിയുടെ 80% കടന്നുപോകുന്നത് ഹോർമുസ് ഇടനാഴിയിലൂടെയാണ്. ഈ റൂട്ട് തടസ്സപ്പെട്ടാൽ മറ്റ് വിപണികളിൽ നിന്ന് വലിയ തുക നൽകി പാചകവാതകം വാങ്ങേണ്ടി വരും. ഇത് പൊതുവിപണിയിൽ വിതരണ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ കമ്പനികളെ നിർബന്ധിതരാക്കും. ഇന്ധനവില ഉയരുന്നത് രാജ്യത്തെ വിവിധ മേഖലകളെ സാരമായി ബാധിക്കും. ഒന്ന്, വിലക്കയറ്റം രൂക്ഷമാകും. ഇന്ധന പ്രതിസന്ധി ചരക്ക് ഗതാഗത ചെലവ് വർദ്ധിപ്പിക്കുന്നതിനാൽ ആഭ്യന്തര വിപണിയിൽ ഭക്ഷ്യ ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയരും. ജൂൺ മാസത്തിൽ രാജ്യത്തെ നാണയപ്പെരുപ്പം 4.38% ഉയർന്ന സാഹചര്യത്തിൽ പുതിയ പ്രതിസന്ധി വലിയ തിരിച്ചടിയാകും. 2, കാർഷിക മേഖലയിലെ പ്രതിസന്ധി. ഇന്ധനവില വർധനവ് കാർഷിക മേഖലയിലെ ഉൽപാദന ചെലവ് ഉയർത്തും. കൂടാതെ ട്രംപിന്റെ പുതിയ നയങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളിയും ചെറുതല്ല. ഹോർമുസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് 20% റീഇംബേഴ്സ്മെന്റ് ചാർജ് ഏർപ്പെടുത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കം പ്രാബല്യത്തിലായാൽ സൂപ്പർ ടാങ്കറുകൾക്ക് $3 കോടി അധിക ബാധ്യതയാകും ഉണ്ടാകുക. ഇത് ചരക്കുകൂലി ഇനിയും ഉയർത്തും. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ ഇന്ത്യൻ വിപണിയെയും വൻതോതിൽ ബാധിച്ചിട്ടുണ്ട്. നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളായ US ബോണ്ടുകളിലേക്കും ഡോളറിലേക്കും തിരിഞ്ഞതോടെ രൂപയുടെ മൂല്യത്തിൽ ചരിത്രപരമായ തകർച്ചയുണ്ടായി. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 62 പൈസ കുറഞ്ഞ് 96.30 എന്ന നിരക്കിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. എണ്ണവില കുതിപ്പും നാണയപ്പെരുപ്പ ഭീഷണിയും ഭയന്ന് ഓഹരി വിപണിയിലും കനത്ത വിൽപ്പന സമ്മർദ്ദമാണ് അനുഭവപ്പെട്ടത്. സെൻസെക്സ് 561.46 പോയിന്റ് ഇടിഞ്ഞ് 77,054.94 അവസാനിച്ചു. നിഫ്റ്റിയിൽ 158.95 പോയിന്റ് നഷ്ടത്തോടെ 24,052.05 വ്യാപാരം അവസാനിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ലഘൂകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം നീങ്ങുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്.